അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്, ചെറിയൊരു മൂക്കടപ്പാണ്. നിങ്ങളൊക്കെ തമ്പനയിൽ ഒരു മക്കാമിൻ്റെ ഫോട്ടോ കണ്ടില്ലേ? അത് ഞങ്ങളുടെ ഉപ്പാപ്പയുടെ മക്കാമാണ്. കാസർഗോഡ് ചാല എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട വലിയുല്ലാഹി അസ്സയ്യിദ് അഹമ്മദുൽ ഹാദി തങ്ങളുടെ മക്ബറയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഉപ്പാപ്പയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് എൻ്റെ മോള് സിയാറത്തിന് പോയപ്പോൾ ഉപ്പാപ്പൻ്റെ മക്കാമിൽ നിന്നെടുത്തൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും പെട്ടെന്ന് യാ അല്ലാഹ് എന്ന് വിളിച്ചതിന് ശേഷം, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വിളിക്കാനുള്ളത് ഞങ്ങളുടെ ഉപ്പാപ്പമാരെയാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെയാണ്. അവർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ള ആളുകൾ ഉണ്ടാവുക. ജീവിച്ചിരിക്കുന്ന ആളുകളോട് ഞങ്ങൾ സങ്കടം പറയുന്നത് പോലെ തന്നെ മക്കാമിലുള്ള ഔലിയാക്കന്മാരോട് ഞങ്ങൾ സങ്കടങ്ങൾ പറയാറുണ്ട്. അതൊന്നും അവിടെ കിടക്കുന്ന ഉപ്പാപ്പമാർ അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഔലിയാക്കന്മാർ അവരുടെ സ്വന്തം കഴിവുകൊണ്ട് ഞങ്ങളെ സഹായിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടല്ല, അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അതിനുള്ള കാരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിരത്തിത്തരാം. ഞങ്ങളുടെയൊക്കെ ഒരു ബലം എന്ന് പറയുന്നത്, ഒരു പിടിവള്ളി എന്ന് പറയുന്നത് അള്ളാഹുവും അവൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കഴിച്ചാൽ ഇതുപോലെയുള്ള ഉപ്പാപ്പമാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും തന്നെയാണ്. അത് ആര് തന്നെ വിമർശിച്ചാലും ആര് തന്നെ പ്രശ്നങ്ങൾ പറഞ്ഞാലും ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ്. മക്ബറ സിയാറത്ത്, അതുപോലെ തന്നെ ഖബർ സിയാറത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ അതിനെ എതിർത്തുകൊണ്ട് വരാറുണ്ട്. എന്നാൽ അവർ സത്യത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കാരണം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നമ്മെ സഹായിക്കാൻ കഴിയുമെങ്കിൽ മരിച്ചുപോയ ആളുകൾക്ക് എന്തുകൊണ്ട് സഹായിക്കാൻ കഴിയില്ല? ജീവിച്ചിരിക്കുന്ന ആളുകൾ സഹായിക്കുന്നത് അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടല്ലേ, അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ടല്ലേ ജീവിച്ചിരിക്കുന്ന ആളുകൾ നമ്മെ സഹായിക്കുന്നത്. പിന്നെന്തുകൊണ്ട് മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു തആല കഴിവ് കൊടുക്കൂല? ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും കഴിവ് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, മരണപ്പെട്ടു പോയവർക്കും കഴിവ് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ പല ആളുകളും പറയുന്നത് മരണപ്പെട്ടു പോയാൽ നമ്മൾ പറയുന്നത് പോലും കേൾക്കൂല എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായിട്ട് സ്വഹീഹായ ഹദീസിലൂടെ മരണപ്പെട്ടു പോയ ആളുകൾ കേൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മൾ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ആ നടത്തത്തിൻ്റെ ചെരുപ്പടിക്കാലിൻ്റെ ശബ്ദം പോലും മരണപ്പെട്ട് ഖബറിലുള്ള ആളുകൾ കേൾക്കുമെന്നാണ്. സ്വഹീഹായ ഹദീസല്ലേ, ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ? അതുപോലെ തന്നെ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ബദറിൽ ഒരുപാട് മുശ്രിക്കീങ്ങളായ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അല്ലേ? ആ മരണപ്പെട്ടു പോയ ആളുകളെ ഒരു കിണറ്റിലാണ് അടക്കം ചെയ്തത് എന്നാണ് ചരിത്രം. ആ കിണറ്റിനരികിലൂടെ പിന്നെ ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമ്പോൾ ആ കിണറ്റിലേക്ക് നോക്കിയിട്ട് അവരോട് ചോദിച്ചു അത്രേ, നിങ്ങളെയും നമ്മളെയും പടച്ച റബ്ബ് അന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? ആ കാര്യങ്ങൾ സത്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകുന്നില്ലേ എന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു അത്രേ, അല്ല നബിയെ, നിങ്ങൾ ഈ മരണപ്പെട്ടു പോയി എപ്പോഴോ ഖബറടക്കിയ ആളുകളോടാണോ ഈ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ കേൾക്കുന്ന അതേ രൂപത്തിൽ അവരും കേൾക്കുന്നുണ്ട്. പക്ഷേ അവർ മറുപടി പറഞ്ഞാലും നമ്മൾക്കത് കേൾക്കാൻ കഴിയില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിനുള്ള കേൾവി ശക്തി അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോടാണ് പറഞ്ഞത്, നമുക്ക് അവരുടെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ മരിച്ചു കിടക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അവർ കേൾക്കും എന്നുള്ളതാണ് സത്യം. അവർ കേൾക്കും എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിന് ഏറ്റവും അടുത്താണോ അല്ലെങ്കിൽ വിദൂരത്താണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് തന്നെ ഒരു യന്ത്രത്തിൻ്റെയും ആവശ്യമില്ലാതെ, ഒരു ഇന്റർനെറ്റിൻ്റെയും ഒരു കണക്ഷൻ്റെയും ആവശ്യമില്ലാതെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തുള്ള സാരിയ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചില്ലേ? ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഖുതുബ ഓതാൻ വേണ്ടി മിമ്പറിൽ കയറിയപ്പോൾ ബഹുമാനപ്പെട്ട സാരിയ റളിയല്ലാഹു അൻഹുവും കൂട്ടരും അങ്ങ് പേർഷ്യയിൽ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. മദീനയും പേർഷ്യയും എന്ന് പറയുമ്പോൾ, പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാന്റെ ഒരു ഭാഗമാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണ് നമ്മൾ ഓർക്കണം. ആ സമയത്ത് മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ കേബിൾ കണക്ഷനോ ഒന്നുമില്ല.
അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചത്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. സാരിയ റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു പറയാണ്, നിങ്ങളുടെ പുറകുവശത്തിലൂടെയുള്ള ആ പർവ്വതം നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സാരിയ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടരെയും ചതിക്കാൻ വേണ്ടി ശത്രുക്കൾ പിന്നിലൂടെ ആ പർവ്വതത്തിന്റെ പിന്നിലൂടെ വരുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കറാമത്തും കൂടിയാണ്. അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് സാരിയ റളിയല്ലാഹു അൻഹുവിനോട്, ജബൽ പർവ്വതത്തിനെ നോക്കണം എന്ന്. അത് ഇവിടെ നിന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അതേ സ്പോട്ടിൽ അവിടെ കേൾക്കുകയും ആ പർവ്വതത്തിനെ ശ്രദ്ധിക്കുകയും അവിടെ വരുന്ന ശത്രുക്കളോടുകൂടി യുദ്ധം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഇതൊക്കെ സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. അപ്പോ മരിച്ചിരിക്കുന്ന ആളുകൾ മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന ആളുകളും കൂടെ എത്ര ദൂരത്താണെങ്കിലും കേൾപ്പിക്കാൻ അല്ലാഹു തആല വിചാരിച്ചാൽ അത് കേൾക്കും എന്നുള്ളതിനിക്ക് ഇതൊക്കെ തെളിവാണ്. അല്ലാഹു തആല കൊടുക്കുന്ന കഴിവല്ലാതെ ഇവിടെ ഒരു കഴിവുമില്ല. ആരെങ്കിലും അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ആ സെക്കൻഡ് വെച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നതിനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മളെപ്പോലെയുള്ള ആളുകൾ മക്കാമിൽ പോയിട്ട് സിയാറത്ത് ചെയ്യുന്നത്, അവരോട് നമ്മൾ സഹായം ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവരെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒക്കെ അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ട് നമ്മെ സഹായിക്കും എന്നുള്ള ഒരൊറ്റ വിശ്വാസം കൊണ്ട് മാത്രമാണ്. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് എന്നുള്ളത് മറ്റുള്ളവർക്കറിയില്ലല്ലോ. അവര് പറയുന്നത് മക്ബറ സിയാറത്ത് എന്ന് പറഞ്ഞാൽ അത് മക്ബറയെ പൂജിക്കലാണ്, മക്ബറയെ നിങ്ങൾ ഇലാഹായി കരുതലാണ്, അത് ഷിർക്കാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പലതരത്തിലും പഠിക്കാതെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഠിച്ച ഒരാൾക്ക് അതിനെക്കുറിച്ച് യാതൊരു സംശയം പോലും ഉണ്ടാവില്ല. കാരണം എന്താ, അവരൊക്കെ ഈ മഹാന്മാര് എന്ന് പറയുന്നത് ഒരുപാട് ഇബാദത്തുകളെ ചെയ്ത് അള്ളാഹുവിനോട് അടുത്ത ആളുകളാണ്. അപ്പൊ അവരോട് നമ്മൾ സങ്കടം പറഞ്ഞാൽ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മളെക്കാളും പെട്ടെന്ന് അല്ലാഹു തആല അവരിൽ നിന്ന് സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിലും അവരുടെ ബഹുമാനം വെച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും മഖ്ബറ സിയാറത്തിൽ അവിടെ കിടക്കുന്ന ഔലിയാക്കന്മാർ അവരുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മെ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസവും ഒരാൾക്കും ഇല്ല. എല്ലാ ആളുകളും, മഖ്ബറ സിയാറത്തിന് പോകുന്ന എല്ലാ ആളുകളും വിശ്വസിക്കുന്നത് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ട് മാത്രമാണ് അവർ നമ്മെ സഹായിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിളിച്ചാൽ കേൾക്കും എന്നുള്ളതിനിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായ ഹദീസിലൂടെ നമുക്ക് ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. അവർ കേൾക്കുക തന്നെ ചെയ്യും. നമ്മളിൽ നിന്ന് തന്നെ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ട ആള് നമ്മൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും അതിനവർ പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ അവരുടെ ശബ്ദം പുറത്തു വരികയോ അവരുടെ കൈകാലുകൾ അനക്കാൻ അവർക്ക് കഴിയുകയോ ഇല്ല. അതാണ് സത്യം. മരണപ്പെട്ടു പോയാലും അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നത് അവർ കേൾക്കുന്നുണ്ട്. അതല്ലേ മരണപ്പെട്ടു പോയ ആളുകൾ, ജീവിച്ചിരിക്കുന്ന ആളുകൾ വല്ലതും ഞങ്ങൾക്ക് ചെയ്തു തരുമോ എന്ന് അറിയാൻ വേണ്ടി ഖബറിൽ ഇങ്ങനെ കാത്തിരിക്കുമെന്നാണ്. അതായത് മുങ്ങി മരിക്കുന്ന ആളുകൾ ഒരു പുൽക്കൊടി കിട്ടിയാൽ രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് വിചാരിക്കുന്നത് പോലെ മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾ ദുനിയാവിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഞങ്ങൾക്ക് വല്ലതും ചെയ്ത് ഖുർആൻ ഹദിയ ചെയ്തിരുന്നെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹദിയ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയേനെ എന്ന് ഖബറിൽ കാത്തിരിക്കുമത്രേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരറിയുന്നുണ്ട്. നമ്മൾ ഓതുന്ന ഖുർആൻ അവർക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നത് അവർ കേൾക്കുന്നുണ്ട്. സഹായിക്കാൻ അല്ലാഹു തആല കഴിവ് കൊടുത്ത ആളുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ ഒരുപാട് ഉപ്പാപ്പമാരെടുത്ത് പോയി പറഞ്ഞ സങ്കടങ്ങൾ, അല്ലെങ്കിൽ ഔലിയാക്കന്മാരോടെടുത്ത് പോയി പറഞ്ഞ സങ്കടങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് മാറിയ ചരിത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെടുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന അതേ പാതയിലൂടെ നടക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.